ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ആളുകൾ കാണുക ഈ അശ്ലീല വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മക്കളെപ്പോലും ആളുകൾ കളിയാക്കാൻ തുടങ്ങിയിട്ട് പോലും അദ്ദേഹത്തിന് ഇത് അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടാവും. എൻ്റെ ഒരു കൂട്ടുകാരനാണ്, അടുത്ത ഫ്രണ്ടാണ്. അദ്ദേഹം ഒരു ട്രെയിൻ യാത്ര ചെയ്യാണ്, കുറച്ച് ദൂരമുള്ള യാത്ര. അപ്പോൾ യാത്ര ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് കണ്ട ഒരാളോട് അയാളുടെ വിശേഷങ്ങളും മറ്റൊക്കെ ചോദിച്ച് സംസാരിച്ചു. പിന്നെ അദ്ദേഹം കിടക്കാൻ ഒരുങ്ങിയ സമയത്ത് കിടക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം മൊബൈൽ ഫോണിൽ എന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ അതൊരു അശ്ലീലമാണ്, മോശം കാര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, വൃത്തികേടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലായി. അപ്പോൾ ഇദ്ദേഹത്തിനിത് പറയണം എന്നുണ്ട്. ഇപ്പം ആളുകളോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അത് എന്താകും, മോശമാകുമോ, പ്രശ്നമാകുമോ എന്നൊക്കെ ഭയം നല്ലോണം ഉണ്ടാവുമല്ലോ. എന്തായാലും അദ്ദേഹം ചിന്തിച്ചു, ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു നല്ല കാര്യത്തിനാണ്. ഈ നല്ല കാര്യം എന്ന് പറഞ്ഞത് എനിക്ക് പുണ്യകരമായൊരു പ്രവൃത്തിയാണ്. ഈ പ്രവർത്തനത്തിന് പോകുമ്പോൾ ഞാൻ ഇപ്പം കണ്ടൊരു തെറ്റിനോട് ഞാൻ നോ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു പ്രശ്നമല്ലേ എന്ന ചിന്തയിൽ അദ്ദേഹം പറഞ്ഞു. ഈ സുഹൃത്തിനോട് ചോദിച്ചു, ചെറുപ്പക്കാരനാണ്, കോളേജ് വിദ്യാർത്ഥിയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിർത്തിക്കൂടെ എന്ന് ചോദിച്ചു. നിർത്തിക്കൂടെ? ഈ ചോദ്യം ഇയാൾക്ക് വല്ലാതെ ഹേർട്ട് ചെയ്തു. അയാൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഇദ്ദേഹത്തെ കൊണ്ടുപോയി. അപ്പോൾ ട്രെയിനിൻ്റെ വാതിലിൻ്റെ അടുത്തേക്കാണ് കൊണ്ടുപോയത്. അപ്പോൾ ഞാൻ ഈ ചോദിച്ചതിൻ്റെ പേരിൽ ഈ വാതിലിൻ്റെ അടുത്ത് നിന്ന് തള്ളിയിടാനാണോ എന്ന് വിചാരിച്ചു. ഒന്ന് സേഫായി എന്തായാലും നിന്നു. അപ്പോൾ അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ ടാബ് ഈ സുഹൃത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിങ്ങളെടുത്തോളി, ഇനി ഇതെനിക്ക് വേണ്ട, ഞാൻ അവസാനിപ്പിച്ചു. എനിക്കിതുകൊണ്ട് കുറേ നഷ്ടങ്ങളുണ്ട്, ഇത് ഇല്ലാതെ കഴിയണില്ല, ഇതെന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ സമയം, എൻ്റെ പഠനമൊക്കെ നഷ്ടപ്പെടുത്തുകയാണ്. കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇത് നിങ്ങൾ കൊണ്ടുപോകണം. അപ്പോൾ ഇദ്ദേഹത്തിന് എന്തായാലും പറഞ്ഞത് ഫലമായി എന്ന് കണ്ടു. അപ്പോൾ അദ്ദേഹം ടാബ് നിങ്ങൾ തന്നെ എടുത്തോളി, എനിക്കത് വേണ്ട, പക്ഷേ ഇതിൻ്റെ ഈ വീഡിയോസൊക്കെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യണം, നിങ്ങൾക്ക് ഇതിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ അതിൽ ഡൗൺലോഡ് ചെയ്ത, ട്രെയിൻ യാത്രക്കടയിൽ നെറ്റൊന്നും ഉണ്ടാവില്ല, ഡൗൺലോഡ് ചെയ്ത ഒട്ടനവധി വീഡിയോസ് അതിങ്ങനെ സ്ക്രോൾ ചെയ്ത് ഒറ്റടിക്ക് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് മുഴുവൻ അദ്ദേഹം അവിടെ നിന്ന് തന്നെ ഡിലീറ്റ് ചെയ്തു. ഇങ്ങോട്ട് പറഞ്ഞു കൊടുത്തു അദ്ദേഹം, നിങ്ങൾ കുറച്ച് കാലത്തേക്ക് നിങ്ങൾ നെറ്റ് ഉപയോഗിക്കാതിരിക്കുക, അത് റീചാർജ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ അഡിക്ഷൻ ഒരു 10-21 ദിവസം നിങ്ങൾ ശ്രമിച്ചാൽ ഇത് മാറ്റാൻ കഴിയും. പിന്നെ ഇതുകൊണ്ടുള്ള നഷ്ടം ശരിക്ക് അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഉപദേശിക്കുന്ന ആൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല, ഇങ്ങോട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഈ യാത്രക്കിടയിൽ ഇതിപ്പം നമുക്കിതിൽ വലിയ പാഠങ്ങളുണ്ട്. ഒരു വ്യക്തി എത്തിപ്പെടുന്ന ഒരു വലിയ അയാളൊരു കിണറ്റിൽ വീണ ഒരാളെ പോലെയാണ്. ഞാൻ അങ്ങനെയാണ് പൊതുവെ അഡിക്ഷനെ പറ്റി എനിക്ക് പറയാൻ തോന്നാറുള്ളത്. അങ്ങനെയാണ്, കിണറ്റിൽ വീണൊരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം സ്വയം അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ആരോ ഒരാളൊരു കയറിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ചെന്ന് കയറ്റി കൊണ്ടുവരണം, അല്ലെങ്കിൽ ഒരു കോണി വെച്ച് കൊടുക്കണം. ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ചെയ്താലേ നടക്കൂ. അപ്പോൾ അഡിക്ഷനിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ ഒരു മൂന്നാമതൊരു സപ്പോർട്ട് ആവശ്യം ഉണ്ടാകും. എനിക്ക് സംഭവിച്ച അഡിക്ഷനെ ഞാനായിട്ട് പരിഹരിച്ചു കൊള്ളാമെന്ന് എങ്ങനെ വിചാരിച്ചാലും അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാധ്യത തുച്ഛമാണ്. അതുകൊണ്ടാണ് ആളുകൾ പിന്നെയും ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു, പിന്നെ അതിലേക്ക് പോകുന്നു, പിന്നെ വീണ്ടും സ്റ്റോപ്പ് ചെയ്യുന്നു, പിന്നെ അതിലേക്ക് പോകുന്നു. ഞാൻ ഒരുപാട് സുജൂദിൽ കടന്ന് പ്രാർത്ഥിച്ചു, എനിക്ക് അത് പരിഹരിച്ച് കിട്ടണില്ല എന്നൊക്കെ പറയും. പലപ്പോഴും ഇതിൻ്റെ സാഹചര്യത്തെ ആളുകൾ എന്ത് ചെയ്യുന്നില്ല, ക്ലോസ് ചെയ്യണില്ല. ഈ അശ്ലീല വീഡിയോ കാഴ്ച പിന്നെ ഇല്ലാതാകാൻ ആവശ്യമായിട്ടുള്ള 10 കാര്യങ്ങൾ എന്ന് ഒറ്റ പറഞ്ഞിട്ട് ഞാൻ സ്നേഹക്കൂടിലാണോ ഇനി എൻ്റെ ഖുത്ബിലാണോ എന്നറിയില്ല, ഓർക്കണില്ല, ഒരു വീഡിയോ യൂട്യൂബിലുണ്ട്. അപ്പം ആ വീഡിയോ കാണുന്ന ആളുകളൊക്കെ പൊതുവേ കുറേ ആളുകൾ നമ്മളെ ബന്ധപ്പെടാറുണ്ട്. ഇങ്ങനെ പറഞ്ഞതും കൂടി ആയിരിക്കും, ഒരു മൂന്നാമതൊരാൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടും കൂടി ആയിരിക്കും ചിലപ്പോൾ ബന്ധപ്പെടുന്നത്. അപ്പോൾ ഒരിക്കൽ ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയൊക്കെ വ്യക്തമാക്കിയിട്ട് എന്നെ ബന്ധപ്പെടുണ്ടായി. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യം, ഞാൻ സാധാരണഗതിയിൽ വളരെ ഓക്കെയാണ്, പക്ഷേ പ്രവാസിയാണ്. ഉച്ചക്ക് ജോലി കഴിഞ്ഞ് ഒരു ഗ്യാപ്പുണ്ട് 2 മണിക്കൂർ, 2 മണി മുതൽ 4 മണി വരെ. അതാണ് എൻ്റെ പ്രശ്നം, അതാണ് എൻ്റെ പ്രശ്നമുള്ള സമയം. അപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞ എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റണില്ല. അപ്പോൾ എനിക്കൊരു പുറത്തുനിന്നുള്ളൊരു സപ്പോർട്ട് വേണം. അപ്പോൾ നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് 8 കാര്യമുള്ളൂ, കാരണം നിങ്ങൾ പുറത്തുനിന്നുള്ള സപ്പോർട്ട് ഇതേവരെ സ്വീകരിച്ചിട്ടില്ല. ഇപ്പം നിങ്ങൾ പുറത്തുനിന്നുള്ള സപ്പോർട്ടോടെയും സ്വീകരിച്ചു, 9ാമത്തെ കാര്യമായി. ഇനി 10ാമത്തത് എന്താണെന്നുള്ളതൊന്ന് പരിശോധിക്കണം. അപ്പോൾ അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോൺ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ട്, അദ്ദേഹത്തിന് അതിലേക്ക് ആക്സസ്സും ഉണ്ട്.
സാഹചര്യം എന്നുള്ള പോയിന്റ് അദ്ദേഹം കട്ട് ചെയ്തിട്ടില്ല. സാഹചര്യം എന്നുള്ള പോയിന്റ് കൂടിയും കട്ട് ചെയ്താലാണ് അദ്ദേഹത്തിന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുക. അപ്പോൾ സാഹചര്യം എന്നുള്ള സംഭവം അദ്ദേഹത്തിന് ക്ലോസ് ചെയ്യാൻ അദ്ദേഹം തന്നെ ഒരു വഴി കണ്ടുപിടിച്ചു. ഒരു ആപ്പ് അദ്ദേഹം വൺ ടൈം ഒരു സിംഗിൾ ടൈം പിന്നെ പേയ്മെൻറ്റിൽ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന, ലൈഫ് ടൈം പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ്. ആ ആപ്പിൽ അദ്ദേഹം സെറ്റ് ചെയ്ത് വെച്ചു, ഈ 2 മണിക്കൂർ 100% അദ്ദേഹത്തിന് ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഫോണ് ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ആക്കി വെച്ചു. പക്ഷേ അദ്ദേഹം തന്നെ സെർച്ച് ചെയ്തിട്ട് അതിനെങ്ങനെ മറികടക്കാൻ പറ്റും എന്നത് കണ്ടെത്തി. അപ്പോൾ അഡിക്ഷൻ്റെ ഒരു ലെവലാണത്. പിന്നെ നാട്ടിൽ വരുമ്പോൾ ഭാര്യൻ്റെ കൂടെയൊക്കെ ആകുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിനില്ല. അള്ളാഹു അദ്ദേഹത്തിൻ്റെ എല്ലാ വിഷമങ്ങൾക്കുള്ള പരിഹാരം ഉണ്ടാക്കി കൊടുക്കട്ടെ. ഇടയ്ക്ക് അദ്ദേഹത്തിൻ്റെ മെസ്സേജുകൾ വരും. അപ്പോൾ അവസാനം നമ്മൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു പാരൻ്റൽ കൺട്രോളിലേക്ക് മാറാം. 3ാമത്തെ ഒരാളെ പറഞ്ഞു കൊടുത്തു, നിങ്ങൾ അദ്ദേഹത്തെ ഇനി നിങ്ങളുടെ ഫോണിൻ്റെ ആക്സസ് കൊടുക്കൂ, ഈ സമയം അദ്ദേഹം ലോക്ക് ചെയ്തിട്ടുള്ളൂ. പാരൻ്റൽ കൺട്രോൾ ഉണ്ടെന്നാൽ പിന്നെ അങ്ങനെ അത് തുറക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ പുതിയ ഫോൺ വാങ്ങേണ്ടി വരും ചിലപ്പോൾ. അത് ചിലപ്പോൾ അതും സംഭവിക്കും. ഈ അഡിക്ഷൻ്റെ ഒരു ലെവൽ അതാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരോടും പറയുന്നു, നമ്മൾക്ക് ഇങ്ങനത്തെ കാഴ്ചയുടെ പരിസരങ്ങളുണ്ടെങ്കിൽ ആ പരിസരങ്ങളെ നമ്മൾ അതിവേഗം ശുദ്ധീകരിക്കണം. ഇല്ലെങ്കിൽ ഏത് പ്രായക്കാരനായിട്ടും കാര്യമില്ല, ആണായിട്ടും കാര്യമില്ല, പെണ്ണായിട്ടും കാര്യമില്ല. ഇത് മദ്യത്തെക്കാളും മനുഷ്യനെ തകർത്ത് കളയുന്ന ഒരു ദുരന്തമാണ്. അത് നമ്മൾ പ്രത്യേകം മനസ്സിൽ വെക്കണമെന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഈ അഡിക്ഷൻ ഉണ്ടായ ആളുകൾക്ക്, അത് ഏത് അഡിക്ഷൻ ആണെങ്കിലും, പിന്നെ ഓർമ്മ എപ്പോഴും ഇതിനെക്കുറിച്ച് മാത്രമായിരിക്കുന്നതാണ്. അതെ, ഇത് ഒന്ന് കഴിഞ്ഞു, ഇപ്പോൾ ഇന്നത്തെ 2 മണി മുതൽ 4 മണി വരെയുള്ള സമയം കഴിഞ്ഞു. ഇനി അടുത്ത ചിന്ത എന്താണ്? അടുത്ത 2 മണി വരാനാണ്. അത് ഇത് മാത്രം ചിന്തിക്കുക. ഇത് ഇനി ലഹരി വസ്തുക്കളെക്കുറിച്ചാണെങ്കിലും, ഇനി എന്തെങ്കിലും പ്രണയത്തിന് അടിമപ്പെട്ട ആളുകളാണെങ്കിലും, ഏത് അഡിക്ഷൻ ആണെങ്കിലും അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും ബാക്കി എല്ലാ കാര്യങ്ങളിലെ പ്രവർത്തനങ്ങളിലും പെർഫെക്ഷൻ കുറയുകയും ചെയ്യുക എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ ഈ കാഴ്ച ആളുകൾ അറിയും മോശമാണ്, മാനക്കേടാണ് എന്നതൊക്കെ തുടക്കത്തിലുണ്ടാവും. ഓട്ടോ ഡ്രൈവറായ ഒരാളെക്കുറിച്ച് അയാളുടെ കുടുംബക്കാർക്കുള്ള പരാതി, അദ്ദേഹം ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ആളുകൾ കാണെ ഈ അശ്ലീല വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മക്കളെപ്പോലും ആളുകൾ കളിയാക്കാൻ തുടങ്ങിയിട്ട് പോലും അദ്ദേഹത്തിന് ഇത് അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. നിർത്താൻ ആഗ്രഹിക്കുന്നുണ്ടാവും, പക്ഷേ അഡിക്ഷൻ്റെ ലെവൽ കൂടിക്കഴിഞ്ഞാൽ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങൾ പറഞ്ഞ പോലെ പുറമെന്നുള്ള സപ്പോർട്ട് ആവശ്യമായ ഒരു ഘട്ടം ഉണ്ടാവും. അതാണ് പ്രൊഫോണ്ട് ഞാൻ എൻ്റെ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പയ്യൻ മാസ്റ്റർബേറ്റ് ചെയ്യണ ഒരു പയ്യനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ താഴെ ഒരാളൊന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, വെറുതെ തള്ളി പോവാണെന്ന്. ഇതൊക്കെ ഞാൻ ആ കമൻറ്റ് അവിടെ തന്നെ നിന്നോട്ടേന്ന് പറഞ്ഞു. ആരും എന്നെ അടുത്ത് ഡിലീറ്റ് ചെയ്യണം കിടന്നോട്ടേന്ന് പറഞ്ഞു. ഇതൊക്കെ ജീവിതത്തിൻ്റെ പച്ചയായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുടെ ആ ഒരു പെയിൻ, അത് മാറണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ആ പെയിൻ ഉണ്ടാവുകയുള്ളൂ. അത് തൊട്ടറിയുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ നിലയും വിലയും നിലവാരമൊക്കെ പൊതുവേ മനസ്സിലാവുക. പീസ് റേഡിയോ നിങ്ങളുടെ ഇത്തരം മാനസിക പ്രശ്നങ്ങൾക്കുള്ള, നിങ്ങൾ അനുഭവിക്കുന്ന ഈ ദുരന്തത്തിനുള്ള പരിഹാരം കൃത്യമായി പലതവണ നിർദ്ദേശിച്ചതാണ്. ഇനിയും നിങ്ങൾക്ക് ആ വിഷയത്തിൽ എന്തെങ്കിലും സപ്പോർട്ട്, സഹായം ആവശ്യമുണ്ടെങ്കിൽ പീസ് റേഡിയോയിലേക്ക് വളരെ സ്വകാര്യമായി നിങ്ങൾക്ക് അയക്കാം. പീസ് റേഡിയോയിലേക്ക് അയക്കുന്നൊരു മെസ്സേജിൻ്റെ പ്രത്യേകത അത് വളരെ സീക്രട്ടായിരിക്കുന്നതാണ്. നിങ്ങൾ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയച്ചാൽ മതി. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും വ്യക്തിവിവരങ്ങൾ മറ്റൊരാൾക്ക് ലഭിക്കുന്ന സാഹചര്യമില്ല. പീസ് റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ ഫീഡ്ബാക്ക് ഓപ്ഷൻ ഉപയോഗപ്പെടുത്തി റേഡിയോ ടീമിനെ നിങ്ങൾ വിവരം അറിയിച്ചാൽ നിങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കൃത്യമായി നിർദ്ദേശിക്കും. ഇൻഷാ അല്ലാഹ് റബ്ബിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഡി അഡിക്ഷൻ മൊഡ്യൂൾ നമ്മുടെ കോഴ്സിൻ്റെ ഭാഗമായി വരും. ബാറക്കല്ലാഹു ഫീക്കും. എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവുക. അങ്ങനത്തെ വലിയ ലക്ഷ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്.